ഭാഗമാണ്. കാണാതെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ആരുടെയോ സ്തോത്രം, ഹൗ വിൽ ബി യുവർ എൻഡ്? നിങ്ങളുടെ അന്ത്യം എങ്ങനെയായിരിക്കും? ദാറ്റ്സ് എ ടോപ്പിക്. സ്തോത്രം. നിങ്ങളുടെ അന്ത്യം. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ദൈവമക്കൾ വിചാരിക്കും ഇതെന്താ ടോപ്പിക്കാണ് വിചാരിക്കും. നിങ്ങളുടെ അന്ത്യം. നമ്മൾ 23 സങ്കീർത്തനം 6 വാക്യത്തിൽ വായിച്ചു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കണ്ടോ? സ്തോത്രം. ആദ്യം ദാവീദ്, അതെ, സ്തോത്രം, തൻ്റെ ഈ സങ്കീർത്തനത്തിൽ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും? സ്തോത്രം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്തോത്രം. അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ ദൈവമക്കളെ, സ്തോത്രം. അതെ, ദീർഘകാലം വസിക്കുമെന്ന് പറയുമ്പം ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ യഹോവയുടെ ആലയത്തിൽ വസിക്കും എന്നല്ല. ഒരുപക്ഷെ ഞാൻ സ്വർഗത്തിൽ പോകും എന്നോ അതുമല്ല സംഗീതക്കാരനോട് പറയുന്നത്. ഒരുപക്ഷെ ഞാൻ പോയേക്കാം, അങ്ങനെയല്ല. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ആണ് സ്തോത്രം. നാം നല്ല ഇടയനെ അനുഗമിക്കുകയാണെങ്കിൽ, യേശു എൻ്റേതാണെങ്കിൽ, സ്വർഗം എൻ്റേതും സ്വർഗത്തിലെ എല്ലാ നന്മയും എൻ്റേത് എന്നും അനുഗ്രഹിക്കപ്പെട്ട ഉറപ്പ് നമുക്ക് ഉണ്ട്, അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട ഉറപ്പ് നമുക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ആ ഉറപ്പ് നമ്മൾ ദീർഘകാലം ഞാൻ വസിക്കും, നമ്മൾ പ്രാപിച്ചെടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമുക്ക് വേണ്ടത്. ആമേൻ. സ്തോത്രം. നമുക്കറിയാം. സ്തോത്രം. നമ്മുടെ ടോപ്പിക്ക് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, നിങ്ങളുടെ അന്ത്യം എങ്ങനെ? സ്തോത്രം. അതെ, ഒരു വിശുദ്ധൻ്റെ അന്ത്യം എങ്ങനെ ആയിരിക്കണം? സ്തോത്രം. മരണത്തെക്കുറിച്ചല്ല നമ്മളിവിടെ ചിന്തിക്കുന്നത്. സ്തോത്രം. എന്നാൽ മരണം എന്ന് പറയുമ്പം ഇത് ഒരു വേർപാടാണ്. സ്തോത്രം. ഈ ഭൂമിയോട് വിട പറയുന്നു, സ്വർഗം ഒരു വിശുദ്ധനെ സ്വീകരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയിലൊക്കെ വാക്യങ്ങളുണ്ട്, ഞാൻ വാക്യത്തിലോട്ട് പോകുന്നില്ല. അത് മരണത്താൽ നമുക്ക് ദൈവിക കൂട്ടായ്മ ഉണ്ടാകുകയാണ്. ഉണ്ട്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 1:23 സ്തോത്രം. അത് മരണം അത്യുത്തമമായ ശ്രേഷ്ഠമായ പദവിയാണ്. സ്തോത്രം. എനിക്കെപ്പോഴും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അതാണ് ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. സ്തോത്രം. ആമേൻ. അതൊരു ഉന്നതമായ പദവിയാണ്. ആർക്ക്? യഹോവഭക്തന്മാരുടെ ഉന്നതമായ ഒരു പദവിയാണ്. സ്തോത്രം. അപ്പം ഒരു രൂപാന്തരപ്പെട്ട അനുഭവം നമുക്ക് ലഭ്യമായി തീരുകയാണ്. സ്തോത്രം. അത് ദൈവമക്കൾ അറിഞ്ഞിരിക്കുക. സ്തോത്രം. നമുക്ക് സ്തോത്രം. നമുക്കറിയാം. പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടുതൽ. സ്തോത്രം. അപ്പം നമ്മൾ സ്തോത്രം എങ്ങനെയായിരിക്കണം നമ്മുടെ മരണവേളയിൽ നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ആത്മീയ അവസ്ഥ എങ്ങനെയായിരിക്കണം? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ അവസ്ഥ എങ്ങനെയാണ്? മരിക്കുമ്പോൾ നമ്മളോടുകൂടെ വരുന്നത് ആരാണ്? സ്തോത്രം. നമ്മളെ കൊണ്ടുപോകാൻ വരുന്നത് ആരായിരിക്കും? D.L. മൂഡിയും ചാൾസ് സ്പർജൻ ഇവരൊക്കെ മരിച്ചപ്പം, സാധു സുന്ദർ സിംഗൊക്കെ മരിക്കുമ്പോൾ അവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. കൊണ്ടുപോകാൻ ദൂതൻ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. മരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത്? സ്തോത്രം. നമ്മൾ എവിടെ വെച്ച് എപ്പോൾ മരിക്കും എന്ന അതല്ല ഒരു പ്രശ്നം. എന്നാൽ ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. എന്തോ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. ഏത് ആത്മീയ അവസ്ഥയിൽ നമ്മൾ മരിക്കുന്നു? മരിക്കുമ്പോൾ നമ്മുടെ കൂടെ പോരുവാൻ വരുന്നത് ആരാണ്? മരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ള നിശ്ചയദാർഢ്യം ദൈവമക്കളെ നമുക്കുണ്ടായിരിക്കണം. സ്തോത്രം. നാം ഈ ലോകത്തിലൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്. സ്തോത്രം. ചിലർക്ക് നിങ്ങൾക്ക് ഉള്ളതല്ല, ദൈവമക്കളായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകണം എന്ന് അല്ല ഞാനിവിടെ പറഞ്ഞത്. സ്തോത്രം. സങ്കീർത്തനം 23:4 വാല്യൂ ഓഫ് ദ 23:4 വായിക്കും സൗകര്യം. ആരാന്ന് വായിക്കുന്നവർ? 23:4. കൂരിൽ താഴ്വര എന്ന് പറയുമ്പോൾ സ്തോത്രം, ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്. അതെ, കൂരിൽ താഴ്വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതെ, വാല്യൂ ഓഫ് ഡെത്ത് ആണ് സ്തോത്രം. അത് മരണത്തിന് താഴ്വരയിൽ കൂടിയാണ് പോകുന്നത് സ്തോത്രം. അപ്പം അപ്പോൾ അങ്ങനെ പോകുമ്പം ആത്മീയ അവസ്ഥ എപ്രകാരം ആയിരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. നാം എത്ര കാലം ജീവിച്ചിരുന്നു എന്നല്ല പ്രശ്നം. നമുക്ക് ബാങ്കിൽ എത്ര നിക്ഷേപമുണ്ട്, നമുക്കെത്ര സ്നേഹിതന്മാരുണ്ട്, നാം എത്ര വിദ്യാസമ്പന്നരാണ് എന്ന ഒരു പ്രശ്നമല്ല. എന്നാൽ നമ്മുടെ ആത്മീയ അവസ്ഥയാണ് മരണസമയത്ത് പ്രധാനമായിട്ടുള്ളതായ കാര്യം. നാം 2025 വിട പറയാൻ പോവുകയാണ്. 2026 നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ആത്മീയ സ്തോത്രം. യവനക്കാർ പലരും മരിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ആലപ്പുഴയിൽ ബോസ്റ്റണിലുണ്ട്, നമ്മുടെ മഞ്ജു പോയിക്കൊണ്ടിരിക്കുന്ന സഭയിലെ ഒരു വിശ്വാസിയാണ്, പേര് ഞാൻ മറന്നുപോയി. അത് അവിടെ സഹോദരിമാരൊക്കെ അവിടെ ഉണ്ട്. ഗ്രേസി, കുഞ്ഞുമോൾ സഹോദരി, അവരൊക്കെ ആ യൗവനക്കാരന് 74 വയസ്സിൽ ഇന്നലെ മിനിഞ്ഞാന്ന് മരിക്കുകയുണ്ടായി. ഓക്കെ. അപ്പം സ്തോത്രം, മരണം ആരെയും ഏത് സമയത്തും പിടികൂടാം, വരാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇത്രയും വയസ്സ് പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നല്ല 80 കൂടുതലുള്ളവരുണ്ട്, ക്രോക്കലൻ്റൊക്കെ ഉണ്ട്, പല ട്രേസി സൗകര്യമുണ്ട്, അവരൊക്കെ 80 കൂടുതലുള്ളവരൊക്കെ ഉണ്ട്. അപ്പം ആത്മീയ അവസ്ഥയാണ് മരണസമയത്ത് പ്രധാനമായ കാര്യം. ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ആത്മീയമായി ഉന്നത അവസ്ഥയിൽ നാം ആയിരിക്കാം. നല്ലത് തന്നെ. ഇപ്പം നമ്മൾ ആത്മീയ അവസ്ഥ നല്ലത് തന്നെ, സമ്മതിച്ചു. ഓക്കെ, നമ്മൾ ബോസ്റ്റൺ സഭയിൽ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ മരണസമയത്തുള്ള ആത്മീയ അവസ്ഥ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പച്ചയായ ഉൽപ്പന്നങ്ങളിൽ അവനെന്നെ കിടത്തുന്നു. പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തെ കാണിക്കുകയാണ്. പച്ചയായ ഉൽപ്പന്നങ്ങൾ സമാധാനത്തിൻ്റെ സമൃദ്ധിയെ കാണിക്കുകയാണ്. മരിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കണം. സ്തോത്രം ഉണ്ടായിരിക്കണം. സമാധാനത്തിന് സമൃദ്ധി ഉണ്ടായിരിക്കണം. നിഷ്കളങ്കനെ നമ്മൾ സംഗീതം 37 വായിച്ച്, സംഗീതം 37 നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നേരുള്ളവരെ നോക്കിക്കൊള്ളുക, സമാധാനപുരുഷന്റെ സന്തതി ഉണ്ടാകും. അതെ, സ്തോത്രം. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക. ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ദ മാൻ ഈസ് പീസ്. ഹല്ലേലൂയ. അതെ, സ്തോത്രം. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക. സ്തോത്രം. നേരിലുള്ളവരെ നോക്കിക്കൊള്ളുക. അതെ, നേരിലുള്ളവനെ നോക്കിക്കൊള്ളുക. ആ മനുഷ്യൻ്റെ അന്ത്യം സമാധാനമാകുന്നു. സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ചത് 37 വാക്യം, 37. അതെ ആണല്ലോ വായിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ മാർക്ക് ദ പെർഫെക്റ്റ് മാൻ ആൻഡ് ബിഹോൾഡ് ദ അപ്രൈറ്റ്, ഫോർ ദി എൻഡ് ഓഫ് ദാറ്റ് മാൻ ഈസ് പ്ലേസ്. അപ്പോൾ ആ മനുഷ്യനെ നാം കുറിക്കൊള്ളുക, മനസ്സിലാക്കണം. നോക്കി ഉണ്ട്. സക്കറിയാവ് 14:7 വായിച്ചു. സക്കറിയാവ് 14:7. യഹോവയെ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അല്ല, 14:7. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയം. അതെ, സ്തോത്രം. മക്കളെ, അതെ, സ്തോത്രം. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസമാണത്. പകൽ മുഴുവൻ അധ്വാനിച്ച ശേഷം വൈകുന്നേരം വിശ്രമിക്കുമ്പം കിടക്കുന്നത് പോലെ ആണ് ഒരു വിശുദ്ധന്റെ മരണം. സ്തോത്രം. സ്തോത്രം. നമ്മൾ ലൂക്കോസ് 2:29 വായിക്കാം. ലൂക്കോസ് 2:29 വായിച്ചേ. ലൂക്കോസ് 2:29. ഇപ്പോൾ തിരുവചനം പോലെ നീ അതിനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു.
ഇപ്പോൾ അവനെ കയ്യിലേന്തി പുകഴ്ത്തി. സ്തോത്രം, സ്തോത്രം. അതെ, ശിമയോൻ പറയാണ് ഇപ്പോൾ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ ഗ്ലോറി, ഹല്ലേലൂയ. അതെ, സ്തോത്രം. ശിമയോൻ പറയാണ്. അപ്പൊ പകലത്തെ അധ്വാനത്തിന് ശേഷം വിശ്രമത്തിന് പോകുവാൻ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തന്നെയല്ല, കിടന്ന് വിശ്രമിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യും. ആണ് ഒരു വിശുദ്ധൻ തൻ്റെ മരണത്തിൽ ഭയമില്ല. അത് എൻ്റെ പൈതലെ, നീ എനിക്കായി വളരെ അധ്വാനിച്ചിരിക്കുന്നു, ഇപ്പോൾ നിന്നെ കിടത്തുവാനുള്ളതായി എനിക്ക് സമയമാകുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞതുപോലെയാണ്. നമ്മൾ എത്ര പേര് ദൈവമക്കളെ പറയുമ്പോൾ ദൈവമക്കൾ ഭയപ്പെടുന്നു വേണ്ട കേട്ടോ. നമ്മൾ 21 സംഖ്യത്തിൽ വായിച്ചതുപോലെ സ്തോത്രം. നമ്മൾ അവസാനം വായിച്ചു 21 സംഖ്യത്തിൽ അവസാനത്തിലിരിക്കുന്ന വാക്യം എന്താ സഹോദരിമാരെ? ലക്ഷ്യബോധം, ആഗ്രഹം, സ്തോത്രം. എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ഉള്ളവർ വിശ്രമിക്കുന്ന സ്തോത്രം. നാം എല്ലായ്പ്പോഴും അതെ ദൈവമക്കളായിരിക്കുന്ന നാം അത് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവ് ഈ ഭൂമിയിൽ നമ്മുടെ ഏറ്റവും മാധുര്യമേറിയ നിമിഷമാണ് ഏത്? അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മളെ കൊണ്ടുപോകാൻ ദൂതന്മാർ വരുമ്പോൾ. അതിൽ പരം ഭാഗ്യം വേറെയില്ല. ഓ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കർത്താവ് നമ്മെ കിടത്തുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടായിരിക്കും. സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം, സാധാരണ ആട് നിന്നുകൊണ്ടാണ് മേയുന്നത്. അത് കിടക്കുകയാണെങ്കിൽ തൃപ്തിയാകുവോളം തിന്നു കുടിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ഒരാട് കിടക്കുമ്പം അത് ആഹാരം കഴിച്ചു, ഹാപ്പി ആയിരിക്കുന്നു. അതാണ് സ്തോത്രം. ദൈവമാണ് നമുക്ക് അല്ലേ വിശ്രമം നൽകുന്നത്. നാം തന്നെ നമുക്ക് വിശ്രമം അന്വേഷിച്ചാൽ നാം സ്വസ്ഥത ഇല്ലാത്തവരായിത്തീരും. ഇതൊന്ന് വായിക്കാം. സദൃശവാക്യം 8:36 വായിച്ച്. സദൃശവാക്യം 8:36. സദൃശവാക്യം 8:36. എന്നോട് വിളിക്കുന്നവനോ തനിക്ക് പ്രാണഹാനി വരുത്തുന്നു, എന്നെ വിളിക്കുന്നവരൊക്കെ മരണത്തെ ഇച്ഛിക്കുന്നത്. അപ്പം മരണത്തെ ഇച്ഛിക്കുന്നത് കർത്താവായ യേശുവിനെ വെറുക്കുന്നതിന് തുല്യമാണ്. ഓക്കെ. എന്നോട് ദേഷിക്കുന്നവരൊക്കെയും മരണത്തെ ഇച്ഛിക്കുന്നു. മരണത്തെ ഇച്ഛിക്കുന്നത് കർത്താവായ യേശുവിനെ വെറുക്കുന്നതിന് അതെ തുല്യമാണ്. ഓർമ്മയിരിക്കണം. സ്തോത്രം. അതെ, നാം കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ ദൈവമക്കളെ ഈ വർഷം അവസാനം നമ്മൾ പുതിയ തീരുമാനത്തിലേക്ക് എടുത്ത് അടുത്ത വർഷത്തേക്ക് ആ വിശ്രാമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. സ്തോത്രം. ഇത് നവോമി ഒരു കാര്യം പറയുന്നുണ്ട്, രൂത്തിനോടൊരു കാര്യം പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം. രൂത്ത് 3:1 വായിക്കാം. രൂത്ത് 3:1. രൂത്ത് 3:1. യെസ്, 3:1. അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടയോ? അപ്പം നവോമി മരുമോളോട് പറയണം, മകളെ, നിനക്ക് വേണ്ടി ഒരു വിശ്രാമസ്ഥലം അന്വേഷിക്കേണ്ടതല്ലേ? അതെ, രൂത്തിനോട് ചോദിക്കുകയാണ്. അപ്പൊ രൂത്ത് തനിക്കായി വിശ്രാമസ്ഥലം അന്വേഷിച്ചിട്ടില്ല. എന്നാൽ നവോമി ആയിരുന്നു രൂത്തിനോട് വിശ്രാമസ്ഥലം അന്വേഷിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, വിശ്രാമസ്ഥലം. നമ്മുടെ വിശ്രാമസ്ഥലം എങ്ങനെയുള്ളൂ? എവിടേക്ക്? എപ്പോൾ? നമ്മൾ വെളിപ്പാട് 14:13 വായിക്കുന്ന എങ്ങനെ? വെളിപ്പാട് 14:13. വെളിപ്പാട് 14:13 വായിക്കുന്ന എങ്ങനെ? 14:13. യെസ്. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയും.
പിന്തുടരുന്നു. ഇന്നു മുതൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, രൂത്തിനോട് മരുമോളോട് നവോമി പറഞ്ഞു, സ്തോത്രം, മകളെ, നിനക്ക് വേണ്ടി ഞാനൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതല്ലേ? ദൈവമക്കളെ, നമ്മുടെ വിശ്രാമ സ്ഥലം എവിടെയാണ്? ന്യൂയോർക്കാണോ, ന്യൂജേഴ്സി ആണോ, സ്റ്റാറ്റൻ ഐലൻഡാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്രാമ സ്ഥലം എവിടെയാണ്? ഓ ഗ്ലോറി. അത് അവരവർക്ക് തീരുമാനിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അപ്പോൾ സന്തോഷമുള്ളവരാണ് മൃതന്മാരെന്ന് പറയുമ്പം. സന്തോഷമുള്ളവർ, അവർ ഉറങ്ങുമ്പം സന്തോഷമുള്ളവരായിരിക്കുന്നു. സ്തോത്രം. അതെ, ഇന്ന് നമ്മൾ സുഖമായി ഇരിക്കുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിയിലോ സ്ഥാനക്കയറ്റമോ മറ്റെന്തെങ്കിലും പ്രൊമോഷനോ ലോട്ടറി അടിക്കുകയോ, ലോട്ടറി എടുക്കുന്നത് ഞാൻ പറഞ്ഞ ലോട്ടറി ദൈവവചന പ്രകാരം ശരിയല്ല. അത് ഞാൻ പറഞ്ഞിട്ട് പറയണമല്ലോ. അല്ലെങ്കിൽ ഞാൻ ലോട്ടറിയെ പ്രോത്സാഹിപ്പിച്ചെന്ന് ചിലപ്പോൾ നാളെ ആരെങ്കിലും പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കിട്ടിയെന്നിരിക്കട്ടെ. അപ്പം ആ സന്തോഷത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മരണനിഴലിൽ താഴ്വരയിൽ, അല്ലേ, നമ്മൾ 21 സംഘം 4 വാക്യത്തിൽ വായിക്കുന്നത്, മരണനിഴലിൽ താഴ്വരയിൽ ആണ്. സ്തോത്രം. വാലി, താഴ്വര. താഴ്വര എന്ന് പറയുമ്പോൾ താഴ്മയെ കാണിക്കുന്നതാണ്. മരണസമയത്ത് ഒരു മനുഷ്യൻ താഴ്മയുടെ അഗാധതയിൽ താഴ്ത്തപ്പെടുകയാണ്. അത് സ്തോത്രം. ഏതൊരു ഉന്നത വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അതെ, സ്തോത്രം. അത് ധനികനായാലും കൊള്ളാം, പ്രസിദ്ധനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. എന്നാൽ മരണം അതെല്ലാം തന്നിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഈ ലോകത്തിൽ ധനവും പ്രശസ്തിയും കാറുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും ഇതെല്ലാം എടുത്തു മാറ്റുകയാണ്. തൻ്റെത്താൻ താഴ്ത്തി ആ സ്തോത്രം, ആ താഴ്വരയിൽ അത് ആ ആൾ ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഇറങ്ങിയേ പറ്റൂ. മരണനിഴലിൽ താഴ്വരയിൽ കൂടി പോയേ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതെ, എല്ലാ മഹിമയും നിഗളവും ഉപേക്ഷിച്ച് താണിറങ്ങി പറ്റുള്ളൂ. മരണം യഥാർത്ഥമായി താഴ്ത്തുന്ന അനുഭവമാണ്. സ്തോത്രം. എന്നാൽ ജീവിതം ദൈവസന്നിധിയിൽ നേരിലുള്ളതായിരുന്നാൽ നമുക്ക് സന്തോഷമുള്ളവരായി കാണപ്പെടുവാൻ കഴിയും. ചിലർക്ക് ഈ സമയത്താണ് എല്ലാവിധമായ ഭയങ്ങളും ഉണ്ടാകുന്നത്. ഞാനെപ്പോഴും ഇവിടെ പറയും, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആലപ്പുഴ കുറച്ച് ഒരു പേഷ്യൻ്റെ അമ്മച്ചിയെ കാണാൻ ആലപ്പുഴ കൊട്ടാര ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കിടന്ന് നിലവിളിച്ച കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് അപ്പോൾ ആ അമ്മച്ചി വിശ്വാസിയാണ്. അമ്മച്ചി നിലവിളിക്കണമെന്നുണ്ടെങ്കിൽ നടന്ന സംഭവമാണ് അതേ പറയുന്നത്. ഉണ്ടാക്കി പറഞ്ഞ കഥയല്ലല്ലോ. പിന്നെ അടുത്ത് കിടക്കുന്ന ബെഡിലുള്ളവർ കംപ്ലൈൻറ്റ് ചെയ്ത കാര്യം പറയുന്നത്. അമ്മച്ചിക്ക് നിലവിളി. കാരണം പിന്നെ സാത്താനെ കൊണ്ടുപോകാൻ വന്നേക്കുന്നത്. മനസ്സിലാക്കണം. സ്തോത്രം. വിശ്വാസിയാണ്. അപ്പോൾ എന്തോ അമ്മച്ചിയുടെ ജീവിതത്തിൽ പാകപ്പിഴകളുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്തോത്രം, നാം ഇപ്പം നമ്മുടെ ടൈറ്റിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അന്ത്യം എങ്ങനെ എന്ന ടൈറ്റിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൗ വിൽ ബി യുവർ എൻഡ്, ഹൗ വിൽ ബി യുവർ എൻഡ്. അതേത് സമയത്ത് സംഭവിക്കാം, അല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സ്തോത്രം, ഒരു പിശാച് കൊണ്ടുപോകാനല്ല എന്നെ കൊണ്ടുപോകാൻ വരേണ്ടത്. ദൈവദൂതന്മാർ വരണം എന്നെ കൊണ്ടുപോകാനായിട്ട്. അത് നാം പ്രാപിച്ചെടുക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അമേൻ. അല്ല മക്കൾക്കോ ഭാര്യയ്ക്കോ അല്ല ഭർത്താവിനോ അല്ല സഭയിലെ പാസ്റ്റർമാർക്കോ ഒരു പ്രവാചകനോ ഒരു പരിധിവരെയൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷെ നാം സ്തോത്രം ദൈവമക്കളെ അത് നഷ്ടപ്പെടുത്തരുത്. നിന്റെ വിളി സ്തോത്രം ഇപ്പോഴുണ്ടായാൽ, അല്ലെങ്കിൽ എൻ്റെ വിളി എന്നെ വിളിക്കാൻ ഒന്ന് വിളി ഇപ്പോഴുണ്ടായാൽ നമ്മൾ സന്തോഷവാനായിരിക്കുമോ അതോ ഭയപ്പെടുമോ? ആലപ്പുഴയിലെ അമ്മച്ചി കിടന്ന് നിലവിളിച്ചതുപോലെ ഭയപ്പെടുമോ? എന്തായിരിക്കും ഇത് ചിന്തിച്ചു നോക്കുക. അല്ല, ക്രിസ്തുവുമായി ഒന്നായി തീർന്നിട്ട് മരിക്കുന്നവർ സന്തോഷമുള്ളവരാണ്. സ്തോത്രം. അതാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. എനിക്കിന്ന് ഈ രാത്രിയിൽ പ്രസംഗത്തിൽ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ വാലില തലയാക്കാം. നിങ്ങൾക്ക് അത് കിട്ടിത്തരും, ഇത് കിട്ടും, അങ്ങനെയുള്ള ഓഫറുകൾ ഇപ്പം ഇയർ എൻഡ് ആയതുകൊണ്ട് കടകളിലൊക്കെ വലിയ ഓഫറും കാര്യങ്ങളും സെയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഒരു ലൈനുണ്ട്, എ പാസ്റ്റർ ഈസ് നോട്ട് ഫോർ എ സെയിൽ. പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വിളിക്കപ്പെട്ട ദൈവദാസന്മാർ
ദേ ആർ നോട്ട് ഫോർ സെയിൽ എന്ന് വെച്ചാൽ തോന്നുന്ന രീതിയിൽ ഓഫർ കൊടുക്കുന്ന പരിപാടിയില്ല പാസ്റ്റർമാർക്കുള്ളത്. വചനപ്രകാരം ഉള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. സ്തോത്രം. നിങ്ങളെ ഉല്ലാസഭരിതരാക്കുന്ന അല്ലെ കയ്യിൽ കിട്ടുന്ന ഉള്ള പ്രസംഗമല്ല ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. നിങ്ങളുടെ വിശ്രാമത്തിൽ അതായത് നമ്മുടെ പ്രയത്നങ്ങളിൽ നാം വിശ്രമിക്കേണ്ടവരാണ്. നാം ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. സ്തോത്രം. ആമേൻ. ഓരോ വർഷം കഴിയുന്നതോറും നാം അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം സ്തോത്രം, വിശ്രമത്തിൽ അവർ ഭാഗ്യവാന്മാരാകണം അല്ലേ? അതിനുവേണ്ടിയാണ്. അതായത് നമ്മുടെ വിശ്രമം മാധുര്യമേറിയതായിരിക്കണം, കയ്പുള്ളതായിരിക്കരുത്. ആലപ്പുഴയിൽ അമ്മച്ചിയുടെ നിലവിളിച്ചതുപോലെ എന്നെ കൊണ്ടുപോകാൻ സാത്താൻ വന്നിരിക്കുന്നു, കടന്ന് നിലവിളിച്ചു, പിന്നെ പോയി കഴിഞ്ഞാൽ പോയില്ലേ, തീർന്നില്ലേ? ഓ ഹല്ലേലൂയ. അതുണ്ടാകരുത്. വിശുദ്ധന്മാർക്ക് മരണം മാധുര്യമേറിയ നിദ്രയാണ്. അതായത് DL മൂടി മകനോട് പറഞ്ഞു, മകനെ ഞാൻ പോവുകയാണ്. ഓ ദൂതന്മാർ വന്നിരിക്കുന്നു, ഞാൻ പോകട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. 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 സ്തോത്രം. അപ്പം അവരുടെ വിശ്രമം മാധുര്യമേറിയതാണ്. അപ്പം വിശുദ്ധന്മാർക്ക് മരണം മാധുര്യമേറിയ നിദ്രയാണ് അല്ലേ? വിശുദ്ധന്മാർക്ക് മരണം മാധുര്യമേറിയ നിദ്രയാണ്. എന്നെ പറഞ്ഞില്ലപ്പോൾ ദൈവമക്കൾ വിചാരിക്കാം ഇവിടെ ഇതൊന്ന് വായിക്കാം, അപ്പം പിടി കിട്ടും. യെശയ്യാവ് 57:20 വായിക്കാം. 57:20. യെസ്, യെശയ്യാവ് 57:20. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിനെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് വരുന്നു. ദുഷ്ടന്മാര് കലങ്ങി മറിയാണ്. അതേ സമയം ഒരു ദൈവവൈതന്റെ ഹൃദയം അവരിങ്ങനെ വിശുദ്ധന്മാരുടെ മരണം മാധുര്യമേറിയ നിദ്രയാണ്. ദുഷ്ടന്മാര് കലങ്ങി മറിയുകയാണ്. ഓ ഹല്ലേലൂയ. ഈ വില കൂടിയ കാറും വില കൂടിയ വസ്തുക്കളും ബാങ്കിലെ ബാലൻസും ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ദുഷ്ടന്മാരുടെ ഹൃദയം കലങ്ങി മറിയുകയാണ്. ഓ ഗ്ലോറി. സ്തോത്രം. അതെ, സ്തോത്രം. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും. അവർക്ക് പ്രതിഫലം അവരുടെ പ്രതിഫലം അവർക്ക് പിന്തുടരുകയാണ്. വെളിപ്പാട് 14:13 വായിക്കാം. വെളിപ്പാട് 14:13 വായിച്ചു. വെളിപ്പാട് 14:13. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അത് പറയുന്നത്, മുതൽ കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ. അതേ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാണ്. അതെ, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. അതെ, സ്തോത്രം. അവരുടെ പ്രതിഫലം അവരെ പിന്തുടരുന്നു. അവരുടെ ജീവാവസാനം, അതായത് നമ്മൾ ഇതൊന്ന് വായിക്കാം. എബ്രായർ 13:7 വായിക്കാം. എബ്രായർ 13:7. നിങ്ങളോട് ദൈവവചനം നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഹല്ലേലൂയ. ഇത് നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് ആണ്. സ്തോത്രം. ഞാനത് പറയുമ്പോൾ ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. പ്രവാചകന്മാർ, നല്ല പാസ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ദൈവമക്കൾ വിശ്വാസി ഇക്കാര്യം ഇന്ന് അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. ഇത് അന്യത ഉപദേശിക്കുന്നവരും സ്തോത്രം വിശ്വാസത്യാഗമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിക്കും. സ്തോത്രം. ഞാനെന്തിനാ ആലപ്പുഴ കാര്യം എപ്പോഴും പറയുന്നത്? അദ്ദേഹത്തിനോട് ഞാൻ 15 വർഷം എനിക്ക് എൻ്റെ 5 വയസ്സ് മുതലേ എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതല്ലേ അറിയാവുന്നതാണ്. ഞാൻ എന്തിനു അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നത്? കാരണം അദ്ദേഹം അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ജീവാവസാനം നമുക്ക് നല്ലൊരു ഗൈഡ് ലൈൻസാണ്. അങ്ങനെയുള്ള ദൈവദാസന്മാർ അവർ മറ്റുള്ളവർ മോശക്കാരാണെന്നൊന്നും ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുമല്ലോ. ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം.
അതല്ല ഞാൻ പോയിന്റ്, ദാറ്റ്സ് നോട്ട് എ പോയിന്റ് ഹിയർ. പക്ഷേ ഒരു കാര്യം, സ്വതന്ത്രം ആണ് നല്ലതിൻ്റെ ദേവദാസന്മാരുടെ ജീവിതവും ജീവിത സ്റ്റൈലും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അനുഗ്രഹമായിരിക്കും, അത് യാതൊരു സംശയമില്ല. നമുക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. സ്വതന്ത്രം ഒരു കപടഭക്തനായി ജീവിക്കാം കഴിയും, എങ്കിലും കപടഭക്തനായി മരിക്കാൻ കഴിയത്തില്ല. മരണത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴേ കപടഭക്തനായിട്ട് മരിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. കപടഭക്തനായി മരിക്കാൻ പറ്റുമോ? അവിടെ വെച്ചൊരു തീരുമാനം അവിടെ വെച്ച് എവിടെ നരകത്തിലോട്ടാണോ പാതാളത്തിലോട്ടാണോ ഉയരത്തിലോട്ടാണോ പോകുന്നതെന്നുള്ളത് അവിടെ വെച്ച് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ഒരു കപടഭക്തനായിട്ട് മരിക്കാൻ കഴിയത്തില്ല. കാര്യം മരണസമയത്ത് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. ഇപ്പം തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ പോവുകയാണ്. ഇപ്പോൾ കോടതിയിൽ ഒരു ശിക്ഷയ്ക്ക് ഒരു കുറ്റവാളിയെ ജഡ്ജി വിധിക്കുന്നു. ജഡ്ജിയുടെ റൂമിൽ കൊണ്ടുവരുന്നു. കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുണ്ട്. കുറ്റവാളിയാണെങ്കിൽ വിലങ്ങ് വെച്ചുകൊണ്ട് ജയിലിലോട്ട് കൊണ്ടുപോകും. കുറ്റവാളി അല്ലെങ്കിൽ വിലങ്ങ് അഴിച്ചിട്ട് ആ ആളെ ഫ്രീ ആയിട്ട് വിടും. ഇതുപോലെ സ്തോത്രം മരണസമയത്ത് സ്തോത്രം യാഥാർത്ഥ്യത്തിൽ അംഗീകരിച്ചേ പറ്റുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം. അതെ, ഞാൻ 5 മിനിറ്റോട് കൊണ്ട് എടുത്തിട്ട് ഞാൻ അവസാനിപ്പിച്ച് നമുക്ക് സാക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ സ്തോത്രം സൃഷ്ടിക്കപ്പെട്ട ഓരോ ദിവസവും കാണിക്കുന്നത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, അല്ലെ? സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. സ്തോത്രം. അപ്പോൾ ഒരു ദിവസം അവസാനിക്കുന്നത് പ്രഭാതത്തിലാണ്. സന്ധ്യ അങ്ങനെ എഴുതിയിരിക്കുന്നു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അപ്പം സന്ധ്യ തുടങ്ങുന്നു, ഉഷസ് ദിവസത്തിൻ്റെ അവസാനം. നമുക്കറിയാവുന്ന വാക്യം, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഉൽപ്പത്തിയിലുണ്ട്, വായിക്കണമെന്നില്ല. അപ്പോൾ രാവിലെ നിന്റെ ദയ കരുണയും സത്യത്തിൽ അടുത്ത് എത്തുകയാണ്. പ്രഭാതത്തിലാണ് നാം ഇപ്പോൾ പറഞ്ഞല്ലേ, ഒരു ദിവസം അവസാനിക്കുന്നത് പ്രഭാതത്തിലാണ്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ അവസാനം, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനവും നീതി സൂര്യൻ തേജസ്സോടെ മഹിമയോടെ പ്രകാശിക്കുന്നത് പോലെ തേജസ്സേറിയ പ്രഭാതത്തിൽ ആയിരിക്കണം. രാവിലെ തോറും അവൻ്റെ കൃപ പുതിയതാകും. രാവിലെ തോറും നമ്മുടെ അന്ത്യം കൃപയിൽ നിറഞ്ഞതായിരിക്കണം. അതെ, പ്രഭാതത്തിലെല്ലാം പുതിയതായിരിക്കും. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം അന്ധകാരം നിറഞ്ഞ ഒരു സന്ധ്യയായിരുന്നു. സന്ധ്യ എന്ന് പറഞ്ഞാൽ ദിവസം തുടക്കം. സ്തോത്രം. എന്നാൽ ഒരു തേജസ്വേറിയ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അത് അവസാനിക്കണം. അവസാന ദിവസം 6-ാം ദിവസം അതൊന്ന് വായിക്കാം. ഉൽപ്പത്തി 1:31 തോന്നുന്നു. വായിച്ച് 1:31 വായിച്ച സൗകര്യം. ഉൽപ്പത്തി 1:31. സ്തോത്രം. താൻ ഉണ്ടാക്കിയ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി വിശ്വസമായി 6-ാം ദിവസം. അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പം നമ്മുടെ ഓരോ ദിവസവും നല്ലതെന്ന് ദൈവം പറയണം. മനസ്സിലായ? സ്തോത്രം. അത് എത്രയും നല്ലതെന്ന് ദൈവം കണ്ടു. നമ്മുടെ ജീവിതത്തെ കാണുമ്പം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നു, രാവിലെ എഴുന്നേറ്റ് വരുന്നു. അത് നമ്മുടെ ഓരോ ദിവസവും നല്ലതെന്ന് പറയുവാൻ, എത്രയും നല്ലതെന്ന് പറയുവാൻ ഇടയാകണം. നമ്മുടെ ഓരോ ദിവസവും നല്ലതെന്ന് ദൈവം പറയണം. ആമേൻ. പറയാൻ പറ്റുമോ? മറ്റുള്ളവർ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, പറയേണ്ടത് പറയേണ്ടതല്ല. എന്നാൽ അവസാന ദിവസം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വളരെ നല്ലതെന്ന് കർത്താവ് നമ്മൾ പറയണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ മരിക്കുമ്പം നാം ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ഉന്നതാവസ്ഥയിൽ ആയിരിക്കാൻ
നാം ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാമല്ലോ, അബ്രഹാം വിശുദ്ധന്മാർക്ക് നിഴലാണ്. അവർ വാർത്ത ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തതുമില്ല. സഭയുടെയും സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിനും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയുവാൻ സംഗതി വരരുത്. അതെ, സദൃശവാക്യം 5-ാം 11 മുതൽ 14 വരെ വായിച്ചത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അയ്യോ ഞാൻ പ്രബോധനം വെറുത്തു, എൻ്റെ ഹൃദയം ശാസനയെ നിരസിച്ചു, എൻ്റെ ഉപദേശകന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല, എന്നെ പ്രബോധിപ്പിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല, സഭയുടെയും സംഘത്തിൻ്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറയാൻ സംഗതി വരരുത്. സംഗതി വരരുത്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ നമുക്കിടയാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം. അതൊന്നൊന്ന് വായിച്ച സഹോദരി, ഇപ്പം വായിച്ച സഹോദരി വാക്യം തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദൈവവചനത്തിൽ തന്നെ ലൂക്കോസ് 8:18 എന്ന് വായിച്ചു. ലൂക്കോസ് 8:18 എന്ന് വായിച്ചു. ലൂക്കോസ് 8:18. ലൂക്കോസ് 8:18. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളു. ഉള്ളവന് ചുറ്റും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അപ്പോഴേ ഇപ്പൊ ഈ വാക്യൊക്കെ വായിച്ചല്ലോ, കേട്ടല്ലോ. ആകെ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ വർഷാവസാനം പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെ കേട്ടു, എങ്ങനെ അതിനെ അംഗീകരിച്ചു, എങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. കർത്താവ് പറയാണ്, സൂക്ഷിച്ചുകൊള്ളുവീൻ. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക്